السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال النبي صلى الله عليه وسلم: ارحموا من في الأرض يرحمكم من في السماء. صدق رسول الله صلى الله عليه وسلم. ബഹുമാനികളെ, സുഹൃത്തുക്കളെ, കൗൺസിലിംഗ് പഠന ക്ലാസ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്നത്തെ വിഷയം മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്നതാണ്. നാം പൊതുവെ മറ്റുള്ളവർക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാനാണ് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ മോശമാക്കാൻ എന്തുണ്ടൊരു വഴി? ഇതാണ് പൊതുവെ അധിക പേരും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നിന്നും ഒരു വ്യത്യാസമാണ് പോസിറ്റീവ് എനർജി. മറ്റുള്ളവർ നന്നാകാൻ എന്താണ് ഒരു മാർഗം? ഈ ഒരു തിരിച്ചറിവാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം നേടിയെടുക്കേണ്ടത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് കൊടുത്താൽ അതേപോലെ അതല്ലെങ്കിൽ അതിന് 10 മടങ്ങായി തിരിച്ചു കിട്ടുന്ന ഒരു വസ്തുവാണല്ലോ സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം പല രൂപത്തിലും ഉണ്ടാവാം. അത് ആര് കൊടുത്താലും നമുക്ക് ഇങ്ങോട്ട് 10 മടങ്ങായി തിരിച്ചു കിട്ടും. അപ്പം ഈ ഒരു ചിന്ത, ഒരു തിരിച്ചറിവാണ് നാം ആദ്യമായി നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം കൊടുക്കുന്ന സ്നേഹം ഹലാലാവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതൊരു കാര്യമാകുന്നു. ഹലാലായ മാർഗത്തിലുള്ള സ്നേഹവിഷയങ്ങളാണ് മാതാപിതാക്കൾ മക്കളുമായി നടത്തുന്നത്, ആ സ്നേഹം. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, അതുപോലെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം, അതേപോലെ ഗുരുശിഷ്യർ തമ്മിലുള്ള സ്നേഹം. ഈ വക സ്നേഹങ്ങളൊക്കെ നമുക്ക് ചില വ്യത്യാസങ്ങൾ ഏർപ്പെടുത്താനുണ്ട്. അധ്യാപകരോടുള്ള സ്നേഹം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സ്നേഹം മാത്രമല്ല, സ്നേഹ ബഹുമാനമാണ് കൊടുക്കേണ്ടത്. സ്നേഹം മാത്രം കൊടുത്താൽ പറ്റില്ല. സ്നേഹത്തോടൊപ്പം തന്നെ ബഹുമാനവും കൂടി ചാർത്തി കൊടുക്കണം അധ്യാപകരോട്. അതേപോലെ തന്നെ മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ടതും. മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ടതും അതേപോലെ സ്നേഹ ബഹുമാനം ആദരവുകളൊക്കെ ചെയ്യേണ്ടതാകുന്നു. അതുപോലെ തന്നെ തന്നെക്കാളും ഒരുപാട് പ്രായം കൂടിയവരോടും സ്നേഹ ബഹുമാനം നാം തിരിച്ചറിയേണ്ടതാണ്. ഈ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പല അനർത്ഥങ്ങളും ഉണ്ടായിത്തീരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കളെ വധിച്ചു കളയുക, അധ്യാപകരെ കൊല്ലുക, ഇതെല്ലാം കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടിയാണ് ഇന്നിൻ്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുമാനം ഇല്ലാതെ പോകുന്നു. ആർക്കും ബഹുമാനമില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. അതേപോലെ പ്രായമുള്ളവർ പ്രായം കുറഞ്ഞവരോട് കരുണ കാണിക്കുന്നില്ല.
ഇത് രണ്ടും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാകുന്നു. പ്രായം കുറഞ്ഞ ആളുകൾ പ്രായമുള്ളവരെ ബഹുമാനിക്കട്ടെ, അവരെ ആദരിക്കട്ടെ. ഇങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. ഇങ്ങനെ മറ്റുള്ളവരോട് തോന്നുന്ന സ്നേഹ, ബഹുമാന, ആദരവുകൾ നിലനിൽക്കുമ്പോഴാണ് മറ്റുള്ളവർ നേരെയാവണം, നന്നാവണം എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത്. അതല്ലെങ്കിലോ മറ്റുള്ളവരോടൊക്കെ പുച്ഛമായിരിക്കും നമുക്ക് തോന്നാനുണ്ടാവുന്നത്. എല്ലാവരോടും പുച്ഛമായിരിക്കും. അങ്ങനെ പുച്ഛം തോന്നുമ്പോൾ നിസ്സാരമായിട്ടാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമുക്കവരെ എത്തിക്കാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അവർ നേരെയാവണം, അവർ നന്നാവണം എന്നുള്ള ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതാണ് അതിനുള്ള കാരണം. എന്നാൽ നേരെ മറിച്ച് എല്ലാവരും നന്നാവണം, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേ, നമ്മുടെ സുഹൃത്തുക്കൾ നന്നാവണം, അവർ നേരെയാവണം. അവർ മനസ്സ് മടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ടെൻഷനായി ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഒന്നും കൂടി കത്തിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് അവർക്ക് എന്തിനോടാണോ താല്പര്യം, ഏത് വിഷയത്തിനോടാണ് അവർക്ക് ഒരു എനർജി കിട്ടേണ്ടത്, അപ്പോൾ ആ എനർജി കിട്ടേണ്ടുന്ന വിഷയത്തിനോട് നാം ആ വിഷയം അറിയുമ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു ഉണർവ് നൽകണം. ഒരു പോസിറ്റീവ് എനർജി നാം അവർക്ക് ചെയ്തു കൊടുക്കണം. വാക്കുകളെ കൊണ്ട് പറ്റുമോ നാം അങ്ങനെ ചെയ്യുക. സാമ്പത്തികമായിട്ട് പറ്റുമോ നാം അങ്ങനെ ചെയ്യുക. അതിന് വലിയൊരു മനസ്സ് വേണം സാമ്പത്തികമായി സഹായിക്കാൻ. ഒരു വാക്കുകൊണ്ടെങ്കിലും നിന്നെക്കൊണ്ടതിന് പറ്റും, നീയൊന്ന് ഉണർന്ന് പ്രവർത്തിക്കൂ, ഒന്ന് ഉഷാറാവൂ, അപ്പോൾ നിന്നെക്കൊണ്ടതിന് കഴിയും, നിന്നെക്കൊണ്ടേ അതിന് പറ്റൂ എന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ നാം ശ്രമിക്കേണ്ടതാകുന്നു.